അതിലെ ഒരു പുതിയ താരത്തിന്റെ ഉദയമുണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. ആരും വരാത്തത് കൊണ്ട് പിന്നെ ഉടനെ പ്രൊഡ്യൂസർ എന്ന പിന്നെ കാശ് സേവ് ചെയ്യാൻ ഞാൻ തന്നെ കയറി അഭിനയിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. എല്ലാം ഒരുമിച്ചായിരുന്നു. ആകെപ്പാടെ ഒരു ഷോട്ട് ആക്ച്വലി ആരായിരുന്നു രവി ത്യാഗരാജൻ ചെയ്യേണ്ടതായിരുന്നു. ത്യാഗരാജൻ മാഷ മോൻ അഭിനയിക്കേണ്ടതായിരുന്നു. പുള്ളിയുടെ ഫ്ലൈറ്റിന്റെ സമയമായപ്പോഴേക്കും ഞങ്ങൾ ആ സീൻ എടുത്ത് തുടങ്ങിയിട്ടില്ല. അപ്പൊ പുള്ളിക്ക് പോണ്ടി വന്നു. അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫ്ലൈറ്റ് രാത്രിത്തേക്ക് മാറ്റുക. അപ്പൊ ഒരു 10,000 to 15,000 ഡിഫറൻസ് വരും ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ. അപ്പൊ വിശാഖിനെ ഞാൻ നോക്കുമ്പോൾ വിശാഖിന് ലുക്ക് വൈസ് കറക്റ്റ് ആണ്. ഒരു റെട്രോ ഫീൽ ഉണ്ട്. ക്യാപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പക്കയാണ്. അപ്പോ ഞാൻ വിശാഖിനിട പക്ഷെ അഭിനയിക്കാൻ പറഞ്ഞ വിശാഖ് അഭിനയിക്കില്ല. അപ്പൊ ഞാൻ ചെന്ന് മറ്റേ യാത്ര.com ഫ്ലൈറ്റ് ഫെയർ കാണിച്ചു കൊടുത്തു. ഫ്ലൈറ്റ് മാറ്റിയ ഇത്രയും കാശ് വരും. ആദ്യം കാണിക്കണ ഇതാ എന്താ രാത്രി പോണോ അത് മെട്രാസ് ഫ്ലൈറ്റ് 10,000 12,000 ഞാൻ ഓർത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ നിനക്ക് ഈ പൈസ കൊടുക്കണോ അത് നീ ഡ്രസ് ഇട്ട് ഇറങ്ങണോ. ആ ഒരു മൊമെന്റിലാണ് അത് ഒരൊറ്റ ഷോട്ടില് ആ ക്യാമറ ചെയ്യുന്നത് ജോമോനും മറ്റേ ഇതില് എന്താ പറയാ ഡയറക്ട് ചെയ്യുന്നത് വിശാഖ്, അപ്പൂന്തിയാനും ഇപ്പുറത്തുണ്ട്, കൃഷ്ണേന്ദ്രൻ ചേട്ടനുണ്ട് ആ ഫ്രെയിമില്. പഴയ ഫൈറ്റേഴ്സ് ഉണ്ട്, നമ്മൾ മലയാള സിനിമയിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ള പഴയ സിനിമകളിലുള്ള ഫൈറ്റേഴ്സ് ഉണ്ട്. എല്ലാവരും ആ ഫ്രെയിമിനകത്തുണ്ട്. അതിനകത്ത് ജോമോൻ ചേട്ടന്റെ പേര് മറ്റേ പുള്ളിയാണെങ്കിൽ മറ്റേ എല്ലാ നാറികളുണ്ടല്ലോ എന്നിട്ട് പുള്ളിയുടെ പേര് വെച്ചില്ല എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ നാറികളുടെ കൂട്ടത്തിൽ നമ്മള് ജോമനെ പെടുത്തിയിട്ടില്ല. അത് പറയണേ നീ. സ്നേഹം കൊണ്ടാണ് മാത്രം പുള്ളി പോസ് ചെയ്ത് നോക്കി എന്റെ പേര്. രാവിലെ വന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മള് ഷൂട്ട് ചെയ്തത് പുള്ളിയുടെ. അല്ല ഫസ്റ്റ് ഒരു കുർത്തലായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിരിക്കും. അപ്പോഴാണ് വിനീത് പറഞ്ഞ തൊപ്പിയും ഇതെല്ലാം ഇട്ടിട്ടേക്ക് നിക്കണം. എനിക്ക് കുർത്തയും നടക്കും മറ്റേ തൊപ്പിയും വെച്ചിട്ട് ഞാൻ ഇത് ഉരിതാ ഞാൻ ഇതിട്ടാണ്. നിങ്ങൾ ക്യാമറമാൻ അല്ലേ പിന്നെ ഇങ്ങനെ പോയി ഡയറക്ട് ചെയ്യും. അടുത്ത സിനിമയിലൊന്ന് സ്വിച്ച് ഓവർ ചെയ്യാന്നൊക്കെ. അടുത്ത സിനിമ ഇങ്ങനത്തെ സിനിമ ആയിരിക്കില്ലല്ലോ. ചോദിച്ചോട്ടെ, അതായത് ഷാൻ ചേട്ടന്റെ ലുക്ക് കണ്ടപ്പം നല്ല കട്ട ഊളായിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. ഈ ലുക്ക് കണ്ടപ്പോൾ എന്തായിരുന്നു ചേട്ടന്റെ ഒരു പ്രതികരണം? അല്ലല്ല ഇത് അളിന്റെ കറക്റ്റ് ആയിരുന്നു. കാരണം ഒറ്റ ഷോട്ടല്ലേ ഉള്ളൂ. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ശ്രീനി സാറിന്റെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിന്റെ കേട്ടിട്ടുണ്ട്. സാറിന് ജോലിച്ചൊന്നും വിശ്വാസമില്ല. പക്ഷെ സാറിനെ നോക്കിയിട്ട് ഒരു ജോലിച്ചും പറഞ്ഞു വലിയ ആളായി മാറും, സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ ട്രെയിലറിന്റെ ഫസ്റ്റ് സീൻ തന്നെ ധ്യാൻ ചേട്ടന്റെ കൈ നോക്കി ഒരു ജോലിച്ചും പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണോ ഈ ഒരു സീൻ? അത് ഇൻക്ലൂഡ് ചെയ്യാൻ ധ്യാന എന്റെ അടുത്ത് പറഞ്ഞേ. സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവര് തമ്മിലുള്ള ഒരു ബോണ്ട് കുറച്ചുകൂടെ കിട്ടുന്ന രീതിയിൽ 1-2 സീക്വൻസും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ അച്ഛനോട് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ എന്തെങ്കിലും ആഡ് ചെയ്താലോ? അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഡെഫിനറ്റ്ലി ആഡ് ചെയ്യാം. കാരണം അതൊരു സോങ്ങിനകത്തൊരു മോണ്ടാഷ് പോലെ വരുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാനത് എഴുതി ചേർത്തത്.